ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഹസീന ജബോർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹിദായാസ് ഹോം ഗാർഡൻ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ആന്തൂറിയത്തിൻ്റെ കുറച്ച് ബ്യൂട്ടിയൊക്കെ ഒന്ന് കാണാം. എപ്പോഴും എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ പുതിയ പുതിയ പ്ലാന്റ്സുകൾ കാണുന്നതും കണ്ട പ്ലാന്റ്സുകൾ തന്നെ വീണ്ടും കാണുന്നതുമൊക്കെ. എല്ലാവർക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പലപ്പോഴും നിങ്ങളെ ഇതൊക്കെ കാണിക്കണം എന്ന് വിചാരിക്കും, പിന്നെ തിരക്കുകൾ കൊണ്ട് വീഡിയോ ഇടാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ആന്തൂറിയത്തിൻ്റെ ഒരു കോർണറാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മാത്രമല്ല വേറെ ഒരു സ്ഥലത്തും കൂടെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആന്തൂറിയംസ് എവിടെ വെച്ചാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആന്തൂറിയംസ്, ഫോളിയേജ് ആന്തൂറിയംസ്. എപ്പോഴും ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന പ്ലാന്റുകളെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ലീഫുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇത് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റ് റെഡ് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന ഒരു ആന്തൂറിയാണ്. ഇതിൻ്റെ ലീഫ് എപ്പോഴും ആ ഒരു ന്യൂ ലീഫ് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു റെഡ് കളറിൽ നിൽക്കും. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ക്രിസ്റ്റാലിനും ഡാർക്ക് ഫോമാണ്. അത് എപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റാണ്. നമ്മുടെ ഗാർഡനിൽ ഭയങ്കരമായിട്ട് ഐ ക്യാച്ചിങ് പവറുള്ളൊരു പ്ലാന്റാണെന്ന്. അപ്പം അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇത് ഈ ഒരു ക്രിസ്റ്റാലിനും ഡാർക്ക് ഫോമിൻ്റെയും പിന്നെ നമ്മുടെ ഈ ഒരു ഫോർഗട്ടി ഉണ്ടല്ലോ, ഇത് കണ്ടില്ലേ, ഫോർഗട്ടിയുടെയും കൂടെ ഒരു ക്രോസ് ബ്രീഡാണ് കേട്ടോ. അത് കാണുമ്പം പ്ലാന്റ്സിനെ കുറിച്ച് ഐഡിയാസ് ഉള്ളവർക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ സോൾ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇത് ഫോർഗട്ടിയുടെയും പിന്നെ ബെസ്സയാണോ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിൻ്റെ ഒരു ക്രോസ് ബ്രീഡാണ്. പൈക്കോജെൻഡ്ര എന്ന് വന്ന പ്ലാന്റാണ്. ഗ്രീൻ സോൾ എന്നാണ് അവർ ഐഡി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ നമുക്ക് സെയിലിനായിട്ട് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ആന്തൂറിയംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റീഗയിലുണ്ട്, ഫോർഗട്ടി ഉണ്ട്, ബെസ്സയുണ്ട്, പിന്നെ കുറച്ച് നോർമൽ ആന്തൂറിയംസും ഉണ്ട്. അപ്പം നമുക്ക് അതുകൂടി ഒന്ന് ജസ്റ്റ് കാണാം. പിന്നീട് ഞാൻ ആന്തൂറിയംസ് വേറൊരു ഏരിയയിൽ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇവിടെയാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഒന്നുമില്ല, കുറച്ച് മദർ പ്ലാന്റ്സുകൾ എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എവിടെ വെച്ചാലും ആന്തൂറിയത്തിന് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ബ്യൂട്ടിയാണ് കേട്ടോ. ഇതിപ്പം നമുക്കിവിടെ ഒരു ക്ലാരിനറിയത്തിൻ്റെ മദർ പ്ലാന്റ് ഉണ്ട്, വില്ലനേരോ ഉണ്ട്, ബെസ്സ ഡാർക്ക് ഫോമിൻ്റെ ഒരു മദർ പ്ലാന്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫോർഗട്ടിയുടെ ഒരു പ്യുർ ഫോം ഉണ്ട്. അപ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ സ്ഥലമാണ്. എന്നാലും നമുക്കിങ്ങനെ ഓരോ സ്ഥലത്തോട്ട് പോകുമ്പം ഓരോ ഏരിയയെ കുറച്ച് വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് ആന്തൂറിയംസ് കുറച്ച് സ്പ്ലിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു വലിയ ബേർഡ് നെസ്റ്റ് ഫേണും ഇരിപ്പുണ്ട്. അപ്പം റീഗയിൽ വരുന്നത് നമുക്കിപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള സ്ട്രൈറ്റ്സ് വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ലീഫുകളൊക്കെ നല്ല സൂപ്പർ, കണ്ടില്ലേ, ഡാർക്ക് ഫോമിനകത്ത് നല്ല അടിപൊളിയായിട്ട് സ്ട്രൈറ്റ്സ് വന്നിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള റീഗയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ബെസ്സെ ഡാർക്ക് ഫോമും അവൈലബിൾ ആണ്, ക്ലാരിനർവി അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ബെസ്സെ ഡാർക്ക് ഫോമിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസാണ് കേട്ടോ. പിന്നെ ക്രുവാട്ടി കൊർഗാഡോ എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആന്തൂറിയുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഒരു ഷോർട്സ് വീഡിയോ യൂട്യൂബിൽ ഇട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ കാണാം. അപ്പം ഈ ആന്തൂറിയവും ഇപ്പോൾ അവൈലബിൾ ആണ്. ആന്തൂറിയം പ്രേമികൾക്ക് വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ കൂടി ഒന്ന് പരിചയപ്പെടാം. അടുത്തതായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആന്തൂറിയത്തിൻ്റെ കൂടെ തന്നെ വെക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു അലോക്കേഷ്യയാണ്. അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ് നല്ല പ്ലാന്റുകളാണ് കേട്ടോ. ഈ ഒരു സൈസിലെ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. പിന്നെ അലോക്കേഷ്യ ലോങ്കിലോബ അവൈലബിൾ ആണ്. ഇപ്പോൾ അലോക്കേഷ്യയൊക്കെ ചോദിച്ച് വരുന്നവർക്കായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അപ്പം അലോക്കേഷ്യ എപ്പോഴും ഉണ്ടോ, കളക്ഷൻ ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ലോങ്കിലോബയും ഈ ഒരു ബ്ലാക്ക് വെൽവെറ്റുമാണ് ഇപ്പം കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ പുതിയ വെറൈറ്റികൾ വരുമ്പോൾ ഞാൻ അറിയിക്കാം. ഇനി മറ്റൊരു ഫിലോഡെൻഡ്രോൺ കൂടി പരിചയപ്പെടാം. അടുത്തതായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ഫിലോഡെൻഡ്രോൺ ആണ്, ഗ്ലോറിയോസം സീബ്ര എന്നറിയപ്പെടുന്ന ഈ ഒരു ഫിലോഡെൻഡ്രോൺ അവൈലബിൾ ആണ്. അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്ന ഇതുപോലുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ശരിക്കും ആന്തൂറിയത്തിൻ്റെ കൂടെ തന്നെ ആ ഒരു ഡാർക്ക് ലീഫാണ്, ആന്തൂറിയത്തിൻ്റെ കൂടെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ ഗ്ലോറിയോസം സീബ്ര. ആ ഒരു ഡാർക്ക് ലീഫും ആ ഒരു സിൽവർ സ്ട്രൈപ്സും ഒക്കെയാണ് അടിപൊളിയായിട്ട് നമുക്ക് ആന്തൂറിയത്തിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ പ്ലാന്റ് കൂടിയാണ് ഈ ഒരു ഗ്ലോറിയോസം സീബ്ര. പിന്നീട് നമുക്ക് വരുന്നത് അസ്പരാഗസ് ആണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട് അസ്പരാഗസ് ഒരു
പ്രത്യേക ബ്യൂട്ടിയാണ്. എന്താണ്, ഒരു ഫോക്ക് സ്റ്റൈൽ പോലെ തന്നെ അതിൻ്റെ ലീഫുകൾ ഇരിക്കുന്ന അടിപൊളിയായിട്ട് നമുക്കൊരു ഗ്രീനറി, ഒരു ഗ്രീൻ ഒരു വൈബ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അസ്പരാഗസ്. അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റുകൾ, ഈ ഒരു സൈസിലെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നമുക്കിത് വർഷങ്ങളായിട്ട് നമ്മുടെ ഹട്ടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് റീപോർട്ടിങ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റീപോർട്ട് ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു പച്ചപ്പും നല്ലൊരു ഭംഗിയും വരുത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു അസ്പരാഗസ് എന്ന് പറയുന്ന ഈ ഒരു ഫോക്ക് സ്റ്റൈൽ ഫേൺ എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് അടുത്തതായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, എല്ലാവരുടെയും ഗാർഡനിൽ വ്യത്യസ്തത ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല അല്ലേ. അപ്പം ലീഫുകളിലൊക്കെ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഉള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹോയയാണ്. ഹോയ കീരി വെരിഗേറ്റഡ് ആണ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ മദർ പ്ലാന്റ് കണ്ടിട്ട് കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസിലെ പ്ലാന്റുകളും പിന്നെ ഒരു ചെറിയ ഈ ഒരു സൈസിലെ വരുന്ന പ്ലാന്റുകളും ഇപ്പം അവൈലബിൾ ആണ്. അതും ലിമിറ്റഡ് ആണ്. ഇത് അത്യാവശ്യം നമുക്ക് മദർ പ്ലാന്റ് പോലെ വളർന്ന ഒരു നല്ല സൂപ്പറായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ത്രൂ തന്നെ കോൺടാക്ട്. ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാൻ വിശേഷങ്ങളും ഗാർഡൻ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പുതിയ പുതിയ വിശേഷങ്ങൾ കാണാൻ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തിടണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.